ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാന്റസി ഗുരു. ഗെയിം വീക്ക് 22 പറ്റി സംസാരിക്കുന്ന ഫാന്റസി ഗുരുവിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുമ്പിൽ ഇനിയുള്ളത് ഗെയിം വീക്ക് 22 ആണ്. നമ്മൾ ഇന്ന് കൂടുതലായിട്ട് സംസാരിക്കുന്ന ആ ഒരു ഗെയിം വീക്കിനെ പറ്റി തന്നെയാണ്. ഈ ഗെയിം വീക്കിലെ ഓരോ ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ ഓരോ മൂവിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുമ്പിലുള്ള കുറേ സിനാരിയോസ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൽ എടുക്കുന്ന ഓരോ ഡെസിഷനും ഇനി അങ്ങോട്ടുള്ള എക്സ്പെഷ്യലി ടിൽ ഗെയിം വീക്ക് 21 വരെയുള്ള ചില ഗെയിം വീക്കുകളെ നിർണായകമായി ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഇനിയുള്ള ഗെയിം വീക്കുകൾ എടുക്കുന്ന ഓരോ ഡിസിഷനും വളരെ കാൽക്കുലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു ഗെയിം വീക്കാണ് ഗെയിം വീക്ക് 22 എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് വെച്ച് നോക്കാം. അതായത് ഡേറ്റാസ് എന്ന് പറയുമ്പോൾ ചില പൊട്ടൻഷ്യൽ ഡബിൾ ഗെയിം വീക്കുകൾ വരുന്നു, പൊട്ടൻഷ്യൽ ബ്ലാങ്കുകൾ വരുന്നു, ബിഗ് ബ്ലാങ്ക്സ് വരുന്നു. സോ ഇത്തരത്തിലുള്ള അത്യാവശ്യം ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് പിന്നീട് നമുക്ക് ഗെയിം വീക്ക് 22 എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അപ്രോച്ച് എടുക്കണമെന്ന് സംസാരിച്ചു പോകാം. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന്, ഗെയിം വീക്ക് 25 ഒരു ഡബിൾ ഗെയിം വീക്ക് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, അത് കൺഫേം ആണ്. അതിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കും ബ്രൻഫോർഡിനും ഡബിൾ ഗെയിം വീക്ക് വരുന്നുണ്ട്. സിറ്റിയുടെ കളി വരുന്നത് ബ്രൻഫോർഡും ചെൽസിയും ആയിട്ടാണ്. ബ്രൻഫോർഡിന് കളി വരുന്നത് ലിവർപൂളും സിറ്റിയുമായിട്ടാണ്. സോ ഈ രണ്ട് ടീമുകളിലേക്ക് ഗെയിം വീക്ക് 25 ഡബിൾ ഗെയിം വീക്ക് വരുന്നു. മറ്റ് ടീമുകൾക്കൊന്നും ഡബിൾ ഗെയിം വീക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ തോട്ട് നമ്മളെപ്പോഴും സിറ്റി അസറ്റുകൾക്ക് കൊടുക്കുക. ഏത് ട്രാൻസ്ഫർ നടത്തുമ്പോഴും സിറ്റിക്ക് ഡബിൾ ഗെയിം വീക്ക് വരുന്നുണ്ടല്ലോ, അത് ടാക്കിൾ ചെയ്യാൻ പാകത്തിനുള്ള ട്രാൻസ്ഫേഴ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇനി അതിൻ്റെ കൂടെ നമുക്ക് അറിയാമായിട്ടുള്ള മറ്റൊരു കാര്യം ഗെയിം വീക്ക് 26 പറ്റിയാണ്. ഈ ഗെയിം വീക്ക് 26 പോകുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം ലിവർപൂൾ വേഴ്സസ് ലൂട്ടൺ, ആ ഒരു ഗെയിം ബ്ലാങ്ക് ആണ്. അതായത് ലിവർപൂളിന് EFL കപ്പ് ഫൈനൽ നടക്കുന്നുണ്ട്. ലിവർപൂൾ വേഴ്സസ് ലൂട്ടൺ ഗെയിം വീക്ക് 26 ആക്ച്വൽ ഗെയിം ഈസ് ബ്ലാങ്ക്. അതുപോലെ തന്നെ ചെൽസിക്ക് EFL കപ്പ് ഫൈനൽ അഗൈൻസ്റ്റ് ലിവർപൂളുണ്ട്. ഗെയിം വീക്ക് 26 ചെൽസി വേഴ്സസ് സ്പേഴ്സ് ഗെയിം, അതും ഗെയിം വീക്ക് 26 ഇല്ല. അതിന്റെ ഭാഗമായിട്ട് ഈ ലിവർപൂൾ വേഴ്സസ് ലൂട്ടൺ 26 ബ്ലാങ്ക് ഗെയിം റീഷെഡ്യൂൾഡ്, മേ ബി ഇറ്റ് വിൽ ബി റീഷെഡ്യൂൾഡ് ടു ഗെയിം വീക്ക് 25. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ചെൽസി ബ്രെൻഫോർഡിനോടൊപ്പം ലിവർപൂൾ വേഴ്സസ് ലൂട്ടൺ ഗെയിം കൂടെ ഗെയിം വീക്ക് 25 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ചെൽസി വേഴ്സസ് സ്പേഴ്സ് ഗെയിം 26 ബ്ലാങ്ക് എന്ന ആ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്ക് 25 റീഷെഡ്യൂൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് ചെൽസിക്കും സ്പേഴ്സിനും ഇനിയും കളിക്കാൻ അവസരമുണ്ട്. ലിവർപൂളിനെ സംബന്ധിച്ച് അവർ ഓൾറെഡി UEFAയിൽ ഉള്ളതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൽ അവർക്ക് ഇനി ഡൗൺ ടു ഫിക്സ്റ്റേഴ്സ് നോക്കുമ്പോൾ ലിവർപൂളിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ട് ലിവർപൂളിന്റെ ഗെയിം മാത്രമായിട്ട് ഗെയിം വീക്ക് 25 റീഷെഡ്യൂൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഗെയിം വീക്ക് 25 സിറ്റി ബ്രൻഫോർഡ് ഡബിൾ ഗെയിം വീക്ക് കൺഫേം, ലിവർപൂൾ വേഴ്സസ് ലൂട്ടൺ ഗെയിമും കൂടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ സ്പേഴ്സ് വേഴ്സസ് ചെൽസി ഗെയിം വീക്ക് 25 വരുന്നതല്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗെയിം വീക്ക് 26 ഞാൻ പറഞ്ഞല്ലോ, ലൂട്ടൺ ലിവർപൂൾ ചെൽസി സ്പേഴ്സ് ബ്ലാങ്ക് ആയിരിക്കും. ഇനി ഗെയിം വീക്ക് 29 പ്രത്യേകത എന്താണ്? ആ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്ക് 29 ഫിക്സറിനൊപ്പം തന്നെയാണ് FA കപ്പ് 6ാം റൗണ്ട് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ FA കപ്പ് 6ാം റൗണ്ടിൽ മത്സരങ്ങൾക്ക് യോഗ്യത നേടുന്ന ടീമുകൾ ഗെയിം വീക്ക് 29 പ്രീമിയർ ലീഗിൽ കളിക്കാനുണ്ടാവുന്നില്ല. ഏതൊക്കെ ടീമുകളാണ് FA കപ്പ് 6ാം റൗണ്ടിന്റെ യോഗ്യത നേടാൻ ചാൻസ് ഉള്ളത് എന്ന് നോക്കാം. അതായത് FA കപ്പ് 5th റൗണ്ട് ഷെഡ്യൂൾസ് നമുക്ക് ഓൾറെഡി ഔട്ടാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും FA കപ്പ് 6th റൗണ്ടിൽ മാച്ച് എടുക്കുന്ന ടീമുകൾ. നമ്മൾ പെട്ടെന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പ്രീമിയർ ലീഗ് ക്ലബ്സ് വിൽ ബി ഗോയിങ് ടു FA കപ്പ് 6th റൗണ്ട് ബിക്കോസ് അവർക്ക് ഈസി ഫിക്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 29 വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബ്ലാങ്ക് ഇൻ ദ സീസൺ ആയിരിക്കും. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏറെക്കുറെ 7 കളികൾ ബ്ലാങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. 3 കളികളായിരിക്കും ഉണ്ടാവുന്നത്. ഈ 3 കളികൾ 2 കളികൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി FA കപ്പിൽ നിന്ന് ഔട്ടായിട്ടുള്ള ഫുൾഹാം സ്പേഴ്സും ബേൺലി ബ്രെൻഫോർഡ്, ഈ 2 ടീമുകളുടെ കളി നിശ്ചയമായി ഉണ്ടാവും. പിന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ഗെയിം എന്ന് വെച്ചാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കളി നോക്കുമ്പോൾ FA കപ്പിൽ ചെൽസി ഒരു ആസ്റ്റൺ വില്ല, ഈ ചെൽസി വേഴ്സസ് ആസ്റ്റൺ വില്ല ഒരു ടൈം കൂടെ നടക്കാനുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ടീം പുറത്തു പോകും. ഇപ്പൊ ചെൽസി പുറത്തു പോകണമെങ്കിൽ ഈ പറഞ്ഞ ആസ്റ്റൺ വേഴ്സസ് ചെൽസി ഗെയിം വീക്ക് 29 വരാൻ സാധ്യതയുണ്ട്. അതല്ല ആസ്റ്റൺ വില്ല FA കപ്പിൽ നിന്ന് പുറത്താവണമെങ്കിൽ ആസ്റ്റൺ വില്ല വേഴ്സസ് വെസ്റ്റ് ഹാം, ഈ ഒരു കളി ഗെയിം വീക്ക് 29 കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള ഒരു കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5th റൗണ്ടിൽ ഈ പറഞ്ഞ സിറ്റി ലൂട്ടൺ തോൽപ്പിക്കുകയും അതുപോലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് യുണൈറ്റഡിനോട് തോക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ലൂട്ടൺ വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഗെയിം വീക്ക് 29 വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 4 കളി ഗെയിം വീക്ക് 29 ഉണ്ടാവും. ആസ് ഓഫ് നോ ദർ ഇസ് ഓൺലി 2 ഗെയിംസ്, മാക്സിമം ഓഫ് 3 ഗെയിംസ് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 29 വലിയൊരു ബ്ലാങ്ക് ആയിരിക്കും. മോസ്റ്റ്ലി വിൽ ബി യൂസിങ് അവർ ഫ്രീ ഹിറ്റ് ഓൺ ഗെയിം വീക്ക് 29 ബിക്കോസ് ഓഫ് ദ ഹ്യൂജ് ബ്ലാങ്ക്. സോ അതാണ് ഗെയിം വീക്ക് 29 പറ്റി പറയാനുള്ളത്. സോ ഈ ഒരു സിനാറിയോ ഒക്കെ വെച്ചിട്ട് ഇനി നമ്മൾ ഓരോന്നായിട്ട് പ്ലാൻ ചെയ്യാം. ഇനി ഗെയിം വീക്ക് 22 നമ്മൾ ആയിരിക്കും ഗെയിം വീക്ക് 25 നോക്കുന്നുണ്ട്. 26 ഒരു ബ്ലാങ്ക് വരുന്നുണ്ട്, 29 ബിഗ് ബ്ലാങ്ക് വരുന്നുണ്ട്. നമ്മുടെ ചിപ്പ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. അതിനുശേഷം മാത്രം ഓരോ ഡിസിഷനും വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് മാത്രം എടുക്കാം.
ഏത് പ്ലേയേഴ്സിനെ വാങ്ങണം അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേയേഴ്സിനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പറ്റി നമുക്ക് ടീം വൈസ് നോക്കാം. മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ടീമുകളായിരിക്കും മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഡബിൾ ഗെയിം വീക്ക് ഓൺ ഗെയിം വീക്ക് 25. അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മുതലാക്കിയേ പറ്റൂ. ഡെഫിനറ്റ്ലി വി ഷുഡ് ഹാവ് 3 സിറ്റി പ്ലേയേഴ്സ്. അതുകൊണ്ട് തന്നെ ടീമിന് 3 സിറ്റി പ്ലേയേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ എല്ലാവരും ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ അതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങാം. അതിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹാലൻഡാണ്. ഹാലൻഡ് ഇഞ്ചേർഡ് ഔട്ടാണ്. എന്നാൽ ബേൺലിക്കെതിരെ ഹീൽ ബി പ്ലേയിങ് സം മിനിറ്റ്സ് എന്ന് പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുണ്ട്. സോ ഹാലൻഡ് വിൽ ബി ഇൻ ടീം അഗെയിൻസ്റ്റ് ബേൺലി. സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെപ്പിൻ്റെ രീതി വെച്ചിട്ട് ഹാലൻഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ടുവാർഡ്സ് എൻഡ് ഹാലൻഡിന് കുറച്ച് സമയം കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഹാലൻഡ് ഈ ആഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് തീർച്ചയായിട്ടും ബൈ ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ അടുത്തുണ്ടാവണം ഇഫ് യു നോട്ട് ഹാവിങ് ഹാലൻഡ്. അതോടുകൂടി പറഞ്ഞ എല്ലാവരും എടുത്തു വെക്കുന്ന മറ്റൊരു പ്ലെയറാണ് കെവിൻ ഡി ബ്രൂയിൻ. ന്യൂകാസിലിനെതിരെ ഒരു ക്യാമിയോ അപ്പിയറൻസ് വന്നു, ഒരു ഗോൾ, ഒരു അസിസ്റ്റ്, പോയിന്റ് വന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ഗെയിം അഗെയിൻസ്റ്റ് FA കപ്പ് അഗെയിൻസ്റ്റ് സ്പേഴ്സ് സെക്കൻഡ് ഹാഫിൽ നിന്നും. പെപ്പ് പറയുന്നതനുസരിച്ച് കെവിൻ ഡി ബ്രൂയിൻ ഈസ് ഫിറ്റ് ടു സ്റ്റാർട്ട് 90 മിനിറ്റ്സ് ആണ്. പക്ഷേ ഹി ഈസ് മാനേജിങ് ഹിസ് മിനിറ്റ്സ്. നമ്മൾ സ്പേഴ്സിനെതിരെ ഒരു ഫുൾ ടൈമാണ് KDBനെ പ്രതീക്ഷിച്ചെങ്കിലും പുള്ളി കളിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു KDBനെ സംബന്ധിച്ച് കുറേ ആളുകൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഈ ട്വിറ്ററിൽ എക്സ്പേർട്സ് ഒക്കെ KDB വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്നൊരു ഒപ്പീനിയനാണ്. മോസ്റ്റ് ഓഫ് ദം ആർ ടെല്ലിംഗ് ദാറ്റ് KDB വിൽ നോട്ട് സ്റ്റാർട്ട് അഗെയിൻസ്റ്റ് ബേൺലി, അഗൈൻ ഹി വിൽ ബി എ ക്യാമിയോ അപ്പിയറൻസ് ആണ് പറയുന്നത്. പക്ഷേ ആസ് എ സിറ്റി ഫാൻ, ആസ് എ ഒരു KDB ഫോളോവർ അല്ലെങ്കിൽ ഒരു സിറ്റി ഫോളോവർ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ KDB എന്നെ സംബന്ധിച്ച് ബേൺലിക്കെതിരെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ ഏറെയാണ്. എനിക്ക് അത് എൻ്റെതായ റീസൺസ് ഉണ്ട്. ഒന്ന്, ഫസ്റ്റ് കളി അഗെയിൻസ്റ്റ് ന്യൂകാസിലായിരുന്നു. അത് ഒരു ഇഞ്ചുറി കഴിഞ്ഞ് ഡെഫിനറ്റ് ആയിട്ടും വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു 90 മിനിറ്റ്സ് കൊടുക്കില്ല, ഒരു 10-20 മിനിറ്റ് കൊടുക്കണമെന്നുള്ളത് ദാറ്റ് വാസ് ഒബ്വിയസ്. രണ്ടാമത്തെ കളി അഗെയിൻസ്റ്റ് സ്പേഴ്സ് ആയിരുന്നു. 90 മിനിറ്റ്സ് കളിക്കുന്ന എല്ലാവരും പ്രതീക്ഷ കൊടുത്ത് KDB കളിച്ചില്ല. അത് കാരണം പേഴ്സണലായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന സ്പേഴ്സ് വേഴ്സസ് സിറ്റി ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേഴ്സ് ഈസ് വെരി ഗുഡ് അറ്റ് കൗണ്ടർ അറ്റാക്കിങ്. ആ ഒരു ട്രാൻസിഷനും വളരെ മികവുറ്റ കളി കളിക്കുന്ന ഒരു ടീമാണ് സ്പേഴ്സ്. അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ നല്ല റണ്ണിംഗ് ഉള്ള പ്ലേയേഴ്സ് തീർച്ചയായിട്ടും സിറ്റിക്ക് ഫസ്റ്റ് ഹാഫിൽ ആവശ്യമായിരുന്നു. KDB ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അത്തരത്തിൽ ഒരു ട്രാക്ക് ബാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ അല്ല, ഒരു ഫിറ്റ്നസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ സിറ്റിക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഒരു ഹൈ ട്രാൻസിഷനിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പേഴ്സിനെതിരെ KDBനെ ഇറക്കാഞ്ഞത്. എന്നാൽ ബേൺലിയിലേക്ക് വരുമ്പോൾ അവരുടെ മിഡ്ഫീൽഡിൽ എക്സ്പെഷ്യലി ടുവാർഡ്സ് സെൻറ്റർ നോക്കുകയാണെങ്കിൽ സെൻറ്റർ അത്ര ഒരു ത്രെറ്റനിങ് അല്ല. അവരുടെ മോസ്റ്റ് ഓഫ് ദ അറ്റാക്ക് ഈസ് കമ്മിങ് ഫ്രം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിങ്ങിൽ കൂടെയാണ് കൂടുതലായിട്ട് അറ്റാക്കുന്നത്. അതുകൊണ്ട് തന്നെ KDBയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ആ ഒരു ടീമിനെ സംബന്ധിച്ചോളം മിഡ്ഫീൽഡ് എങ്ങനെ കോൺക്വർ ചെയ്യുന്നത് സംബന്ധിച്ച് സിറ്റിക്ക് ഒരു തലവേദന ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ബേൺലിക്കെതിരെ ഒരു ഹൈ പൊസിഷൻ ഗെയിം സിറ്റി കളിക്കും. KDBക്ക് ഡിഫൻസീവ് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടാത്ത രീതിയിൽ മോസ്റ്റ്ലി ഒരു ഫ്രീ ഫ്ലോയിങ് ഫോൾസ് നയൻ പൊസിഷനിൽ ജസ്റ്റ് ബിഹൈൻഡ് ആൽവാരസിന്റെ പുറകിലായിട്ട് KDB സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് വളരെയേറെ പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ബേൺലിക്കെതിരെ KDB സ്റ്റാർട്ട് ചെയ്യും. മോസ്റ്റ്ലി ആസ് എ ഫോൾസ് നയൻ. ബേൺലി എന്ന ടീമിനെ പറ്റി നോക്കുകയാണെങ്കിൽ സോ ഫാർ ദ സീസൺ ലാസ്റ്റ് 6 ഗെയിമുകളിലായിട്ട് 29 ചാൻസുകൾ ടുവാർഡ്സ് സെൻറ്റർ, അതായത് ഗോൾ പോസ്റ്റ് സെൻറ്റർ ഭാഗത്ത് 29 ചാൻസുകൾ കൺസീഡ് ചെയ്തൊരു ടീമാണ് ബേൺലി. ആ ഒരു ഏരിയയിൽ KDBയുടെ പ്രസൻസ് ഇഫ് യു ഗെറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 80 മിനിറ്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഈസ് എ വെരി ഗുഡ് ബൈ ഫോർ ദിസ് വീക്ക്. അതാണ് ബേൺലിക്കെതിരെ പറയാനുള്ളത്, KDBയുടെ പറയാനുള്ളത്. എന്നിരുന്നാൽ പോലും ഈ ഒരു ബൈ നമ്മൾ എൻകറേജ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യേണ്ടാത്ത അല്ലെങ്കിൽ ഈ ബൈ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നൊരു കാരണം ഇനി അങ്ങോട്ട് ഇപ്പോൾ ബേൺലിക്കെതിരെ കളിച്ചു, നെക്സ്റ്റ് ഗെയിം KDB സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പില്ല, ഹി വിൽ ബി മാനേജ്ഡ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്ന ഗെയിം വീക്ക് 25 അഗൈൻസ്റ്റ് ഡബിൾ ഗെയിം വീക്കാണ് ചെൽസി ബ്രാൻഫോർഡ്. ചെൽസിക്കെതിരെ ഡി ബ്രൂയിൻ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ചെൽസി പുള്ളിയുടെ ഒരു ഫേവറേറ്റ് ഒപ്പോണന്റ് ആണ്. എന്നാൽ ബ്രാൻഫോർഡിനെതിരെ 2 കളി ബാക്ക് ടു ബാക്ക് 90 മിനിറ്റ്സ് KDBക്ക് കിട്ടുമെന്ന് വെച്ചാൽ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇൻ ബിറ്റ്വീൻ നമ്മളിപ്പോൾ KDB വാങ്ങി വെച്ചാൽ നമ്മുടെ പ്രശ്നം നമുക്ക് ഹാലൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ KDB വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഹാലൻഡിനെ കൊണ്ടുവരാനുള്ള പൈസ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതല്ലാത്ത പക്ഷം ഗെയിം വീക്ക് 23 ചിലപ്പോൾ സണ്ണ് തിരിച്ചു വന്നേക്കാം. അതായത് സൗദി വേഴ്സസ് കൊറിയ കളി കഴിഞ്ഞതിന് ശേഷം കൊറിയ ഔട്ട് ആവുകയാണെങ്കിൽ ഗെയിം വീക്ക് 23 സണ്ണ് ചിലപ്പോൾ സ്പേഴ്സിന് തിരിച്ചു തരും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ KDBനെ വേണോ അപ്പോഴത്തേക്ക് സണ്ണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടവരോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കണം. അതല്ലെങ്കിൽ എനിക്ക് സല ആഫ്കോണിൽ നിന്ന് ഈജിപ്റ്റ് പുറത്താണ്ട് സല വരുവാണെങ്കിൽ സലേനെ കൊണ്ടുവന്ന KDBനെ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള കാര്യം നോക്കണം. സോ നിങ്ങളൊരു മൈൻഡ് സെറ്റ് ചെയ്തെടുക്കുക, നിങ്ങൾ നോക്കുക നിങ്ങൾ KDB എടുത്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ലോങ് ടൈമിനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ. അതാണെങ്കിൽ നിങ്ങൾക്ക് KDB എടുക്കാം. അതല്ല ഒരു 2-3 ആഴ്ചത്തിനുള്ളൊരു ജസ്റ്റ് ഒരു
യൂസ് ആൻഡ് ത്രോ, അതായത് ഒരു ചാൻസ് എടുക്കുകയാണെങ്കിൽ KDB എടുത്ത് വയ്ക്കാം. അതല്ലാണ്ട് ലോങ് ടൈം പ്ലാനിൽ നിങ്ങൾ സലയെ സണ്ണിനെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ KDB എടുക്കാതിരിക്കാണ് നല്ലത്. ബിക്കോസ് ആ സമയത്ത് നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ആ ഒരു കെയർ ഉള്ളവർക്ക്, അതായത് ഈ KDB എടുത്ത് ഇനി സലയിലേക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ സണ്ണിലേക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഹാർഡിനെ തന്നെ ഇപ്പോൾ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളവർക്ക് അതേ ടീമിൽ നിങ്ങൾക്ക് ഫോർഡിനെ എടുക്കാം. KDBയുടെ അതേ സീലിംഗ് എന്ന് പറയാൻ കഴിയുന്ന ഫോർഡിൻ ഈസ് എ ഡിഫറെൻറ്റ് പ്ലെയർ, വെരി അറ്റാക്കിംഗ് മൈൻഡഡ് ആണ്, ടുവാർഡ്സ് ഗോളിലേക്ക് എപ്പോഴും ഒരു ഗോൾ പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 10.9 ഒന്നും കൊടുത്ത് KDB എടുക്കേണ്ട കാര്യമില്ല. ചീപ്പായിട്ട് ഫോർഡിനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള പൈസ വേണമെങ്കിൽ ഹാർഡിനെ വാങ്ങാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ സണ്ണിനെ എല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് വേറെ ആരും വിട്ടിട്ട് സണ്ണിനെ ഈസിയായിട്ട് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഫോർഡിനെ സംബന്ധിച്ച് അതാണ് പറയാനുള്ളത്. പിന്നെ അതേ ടീമിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു പ്ലെയർ, എസ്പെഷ്യലി ഡിഫൻസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഹാസ് ടു ബി കെയിൽ വോക്കർ. ഡബിൾ ഗെയിം വീക്ക് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ടാർഗറ്റ്. വോക്കർ കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കളിക്കാരനാണ്. ഈ കഴിഞ്ഞ ഒരു 6 കളികളിലായിട്ട് താരത്തിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ഗോൾ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് അത് കൂടിയിട്ടുണ്ട്. അത് ഒരു എൻകറേജിംഗ് ആണ്, ഒരു അറ്റാക്കിംഗ് പൊട്ടൻഷ്യൽ താരം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെയിൽ വോക്കർ ഒരു ഡിഫൻസീവ് ബൈലായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ സിറ്റി ഡിഫൻസിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്ലെയർ കെയിൽ വോക്കറാണ്. സോ അതാണ് സിറ്റിയെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിവർപൂളാണ്. ഫസ്റ്റ് നോക്കുന്ന പ്ലെയർ സല ഇഞ്ചേർഡ് ഔട്ടാണെന്ന് അറിയാം. അതിൻ്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ആഫ്കോണിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഈജിപ്റ്റ് ഈസ് ഓൾറെഡി ഔട്ട് ഓഫ് ആഫ്കോൺ. സോ ഇഞ്ചറി മാറി കഴിഞ്ഞാൽ സല ഡയറക്റ്റ്ലി വിൽ കം ടു ദ ലിവർപൂൾ ടീം. യു ഡോണ്ട് ഹാവ് ടു ഗോ ബാക്ക് ടു ഈജിപ്റ്റ്. അതാണ് സലയെ പറ്റി പറയുന്നത്. പക്ഷേ സലയെ പറ്റി പറയുമ്പോൾ സല എന്ന് തിരിച്ചു വരുന്ന കാര്യത്തെപ്പറ്റി ഇപ്പോഴും ഡൗട്ടുണ്ട്. ഫസ്റ്റ് തിങ്, അതായത് എക്സ്പെഷ്യലി SPL മാനേജറെ സംബന്ധിച്ച് സലയെ സംബന്ധിച്ച് ഒരിക്കലും കറക്റ്റായിട്ടുള്ള ന്യൂസ് ലിവർപൂൾ പുറത്തു വിടില്ല. സല ഇഞ്ചർ ഔട്ട് ലോങ് ടൈം എന്ന് പറഞ്ഞിട്ട് അടുത്ത ആഴ്ച ചിലപ്പോൾ സല ബൂട്ടും കെട്ടി ഗ്രൗണ്ടിൽ കിടക്കണം കാണാം. സോ ആ ഒരു കാര്യത്തിൽ നമ്മൾ ആരെയും വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ വാട്ട് വി ഹേർഡ് അല്ലെങ്കിൽ വാട്ട് വി റെഡ്, സല വിൽ ബി മോസ്റ്റ്ലി ബാക്ക് ഓൺ, മോസ്റ്റ്ലി അല്ല തിരിച്ചു വരുവാണെങ്കിൽ തന്നെ ഗെയിം വീക്ക് 25 ഡബിൾ ഗെയിം വീക്കിൽ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എഗെയിൻസ്റ്റ് ലൂട്ടൺ ഗെയിമിനായിരിക്കും സല വരാൻ ചാൻസ്. അങ്ങനെയാണെങ്കിൽ ആ സലയെ ടീമിനോട് ഇപ്പോൾ കീപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ബിക്കോസ് ഡബിൾ ഗെയിം വീക്കിൽ 2 ഗെയിമിലേക്ക് നമുക്ക് സല ഉപയോഗിക്കാൻ കിട്ടില്ല, ഒരേ ഒരു ഗെയിം വീക്കിലേ കിട്ടുള്ളൂ. പിന്നെ ഗെയിം വീക്ക് 26 വരുമ്പോൾ ലിവർപൂളിന് പിന്നെയും കളിയില്ല. ഗെയിം വീക്ക് 27 എഗെയിൻസ്റ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഗുഡ് ഗെയിം. ഗെയിം വീക്ക് 28 നോക്കൂ എഗെയിൻസ്റ്റ് സിറ്റിക്ക് സല വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ ഹാവ്, ബട്ട് യുനോ ഒരു നെസസറി അല്ല. ഗെയിം വീക്ക് 29 അഗെയിൻ ലിവർപൂൾ ഈസ് പ്ലാനിങ്. സോ എക്സ്പെഷ്യലി ഒരു 2 ഗെയിമിന് വേണ്ടി ഗെയിം വീക്ക് 22 മുതൽ ഗെയിം വീക്ക് 29 വരെ ഒരു പ്ലെയറെ കീപ്പ് ചെയ്യണം എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സലയെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റുകൊണ്ട് മറ്റൊരു പ്ലെയേഴ്സിലായിട്ട് മാറാം. ഹാവിങ് സെഡ് ദാറ്റ് സല നമുക്കൊരു ഇഞ്ചേർഡ് ഔട്ട് 4 വീക്സ് എന്നുള്ള ന്യൂസ് പ്രകാരമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച സല എങ്ങാനും ബൂട്ട് കിട്ടി ഇറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കരഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആയിട്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് ഇപ്പോൾ സലയുള്ളവർക്ക് തീർച്ചയായിട്ടും സലേനെ വിറ്റ് മറ്റൊരു പ്ലെയറിലായിട്ട് പോകാം എന്നാണ് പറയാനുള്ളത്. ഇനി അതേ ടീമിൽ ഈ മറ്റൊരു പ്ലെയറായിട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ സലാറ്റ് KDB എല്ലാവരും ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ സലാറ്റ് ജോട്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ആ ഒരു ജോട്ടയിലേക്ക് വന്നാൽ ഗുണമെന്ന് വെച്ചാൽ ജോട്ട വെച്ച് ഡെഫിനറ്റ് സ്റ്റാർട്ടർ അസ് ഓഫ് നൗ മികച്ച രീതിയിൽ കളിക്കുന്നു. എഗെയിൻസ്റ്റ് FA കപ്പ് പുള്ളി അഗെയിൻ ഗോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് വലിയ റൊട്ടേഷൻ റിസ്ക് കാണുന്നില്ല തൽക്കാലം ജോട്ടയെ സംബന്ധിച്ച്. ഈ പറഞ്ഞ ജോട്ടയിലേക്ക് വരികയാണെങ്കിൽ തൽക്കാലം ഇപ്പോൾ ഹാളിനെ കൊണ്ടുവരാൻ വേറെ മാർഗങ്ങളൊന്നുമില്ലെങ്കിൽ സലാറ്റ് ജോട്ട ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പൈസക്ക് തീർച്ചയായിട്ടും ഹാളിനെ കൊണ്ടുവരാൻ കഴിയും. യു വിൽ ഹാവ് ഇനഫ് മണി ടു ഗെറ്റ് ഹാവൻ ബാക്ക്. സോ അതാണൊരു വയബിൾ മൂവായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി അതേ ടീമിലെ ട്രെൻഡ് അലക്സാണ്ടർ-ആർണോൾഡ് ഈസ് ബാക്ക് ഫ്രം ഇഞ്ചുറി. നോർവിച്ചിൻ്റെ കളിയിൽ ബെഞ്ചിലുണ്ടായിരുന്നു. നെക്സ്റ്റ് ഗെയിം ഡെഫിനറ്റ്ലി ഹിൽ ബി സ്റ്റാർട്ടിങ്. സോ ട്രെൻഡ് അലക്സാണ്ടർ-ആർണോൾഡ് ഉള്ളവർ ഡോണ്ട് സെൽ ഹിം, കീപ്പ് ഹിം. അതാണ് ലിവർപൂളിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി സ്പേഴ്സ്, മറ്റൊരു ടീമാണ് സ്പേഴ്സ്. ഈ സ്പേഴ്സിനെ കാര്യത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം, എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ പോലെ റിച്ചാർഡ്സിന് വാങ്ങിയാലോ അത്തരം അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ കുറേ ടോക്കുകൾ നടക്കുന്നുണ്ട് സ്പേഴ്സ് അസെറ്റായിട്ട്. ആ ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായം, ഒന്ന്, നിങ്ങളുടെ ടീമിലൊരു സ്പേഴ്സ് പ്ലെയർ ഉണ്ടെങ്കിൽ, ഇറ്റ് ക്യാൻ ബി ഡിഫൻഡർ, ഗോൾ കീപ്പർ, അറ്റാക്കർ, മിഡ്ഫീൽഡർ, ഹൂംസ് എവർ, ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഫ്രീ ഹിറ്റ് ഉണ്ടെങ്കിൽ ഡോണ്ട് ബൈ അനദർ പ്ലെയർ ഫ്രം സ്പേഴ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം വീക്ക് 26 സ്പേഴ്സിന് ബ്ലാങ്ക് ആണ്. നിങ്ങളിപ്പോൾ ഒരു സ്പേഴ്സ് പ്ലെയർ എടുത്തു വെച്ചു. ഗെയിം വീക്ക് 26 ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പ്ലെയർ ഓൾറെഡി ഒരു പ്ലെയർ ഉണ്ട്, മറ്റൊരു പ്ലെയർ ഉണ്ട്, 2 പ്ലെയറായി. ഗെയിം വീക്ക് 26 നിങ്ങൾക്ക് 2 പ്ലെയറെ ബെഞ്ച് ചെയ്തിട്ട് 2 പ്ലെയർ കവർ ചെയ്യേണ്ടി വരും. ഇഫ് യു ഹാവ് ഇനഫ് ബെഞ്ച് സ്ട്രെങ്ത് യു ക്യാൻ ഡു ദാറ്റ്. അതർവൈസ് 2 പ്ലെയേഴ്സ് നിങ്ങൾക്ക് ഗെയിം വീക്ക് 26 കവർ ചെയ്യേണ്ടി വരും. ഓൾറെഡി ലിവർപൂള് ഈ പറഞ്ഞ തന്നെ ബ്ലാങ്ക് ആണ്. സോ നമ്മുടെ എല്ലാവരും ടീമിലുണ്ടാകുന്ന ലിവർപൂളിൻ്റെ 2 പ്ലെയേഴ്സ് ഉണ്ടാവും, സ്പേഴ്സിന് 2 പ്ലെയേഴ്സ് ആകുമ്പോൾ ഓൾറെഡി 4 പ്ലെയേഴ്സിനെ കവർ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഫ്രീ ഹിറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക്
സ്പേഴ്സിന് ഒരു പ്ലെയർ മാത്രം മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗെയിം വീക്ക് 29 എന്തായാലും ഫ്രീ ഹിറ്റ് ചെയ്യാണ്. സ്പേഴ്സിന്റെ മൂന്ന് അസറ്റുകൾ മേടിക്കാം. ഈ കളിക്കുന്ന ആഴ്സണലിന് 3 അസറ്റുകളൊക്കെ മേടിക്കാൻ കഴിയും. നിങ്ങളുടെ അടുത്ത് ഫ്രീ ഹിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇനി ഫ്രീ ഹിറ്റ് ഒന്നും ബാക്കി ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ സ്പേഴ്സിന്റെ ഒരു അസറ്റ് വേണം മേടിക്കാം. ലെറ്റ്സ് റിച്ചാർഡ്സിന് മേടിച്ചു കഴിഞ്ഞാൽ ഗെയിം വീക്ക് 26 ഈ പറഞ്ഞ റിച്ചാർഡ്സും പോറോ ആണെങ്കിൽ ഇവർ രണ്ടുപേരും ബെഞ്ച് ചെയ്യുക. ഗെയിം വീക്ക് 29 ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ഹിറ്റ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് സ്പേഴ്സ് എന്തായാലും കളിക്കും ബ്ലാങ്ക് ഗെയിം വീക്കിൽ. അതുകൊണ്ട് സ്പേസിന് 2 പ്ലേയേഴ്സിന് കിട്ടും. ആ സമയത്ത് അറ്റ്ലീസ്റ്റ് മാനേജ് ചെയ്ത് പോകാൻ കഴിയും. സോ ഒന്നുകൂടി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് ഫ്രീ ഹിറ്റ് കയ്യിലുണ്ടെങ്കിൽ തൽക്കാലം സ്പേഴ്സിന്റെ ഒരു അസറ്റുകൾ മാത്രമായിട്ട് മുന്നോട്ട് പോകുക. ഫ്രീ ഹിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ആഴ്ച വേണമെങ്കിൽ ഒരു സ്പേഴ്സ് അറ്റാക്കറോട് മേടിക്കാം. ഇനിയിപ്പോൾ സ്പേഴ്സിന് രണ്ടാമത്തെ ഒരു പ്ലെയർ വാങ്ങുന്നുണ്ടെങ്കിൽ ഇൻ എനി കേസ് ദാറ്റ് വിൽ ബി ബിഫോർ ഗെയിം വീക്ക് 23. തൽക്കാലം ഗെയിം വീക്ക് 22 കഴിഞ്ഞിട്ട് സണ്ണിന്റെ അവസ്ഥ നോക്കും. ഗെയിം വീക്ക് സണ്ണ് നോർത്ത് കൊറിയ പുറത്തു പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സണ്ണ് തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ സണ്ണിനെ ആയിരിക്കും സ്പേഴ്സിന് രണ്ടാമത്തെ പ്ലെയർ ആയിട്ട് വാങ്ങുന്നത്, റിച്ചാർഡ്സിനെ ആയിരിക്കില്ല. ഇനിയിപ്പോൾ സണ്ണ് വരുന്നില്ല എന്നെങ്കിൽ റിച്ചാർഡ്സിന് ഇസ് എ വയബിൾ ഓപ്ഷൻ എന്നാണ് പറയാനുള്ളത്. അതാണ് ഈ പറഞ്ഞ പോലെ സ്പേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഞാൻ എൻ്റെ കൂടെ ജസ്റ്റ് മെൻഷൻ ചെയ്യേണ്ട കാര്യം ആഴ്സണലിലെ ഗബ്രിയലിനെ പറ്റിയാണ്. ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഗെയിം വീക്ക് 22 ഡെഡ് ലൈന് മുമ്പായിട്ട് ആർട്ടേറ്റയുടെ പ്രസ് കോൺഫറൻസിൽ we hope we will have more information on Gabriel. So ഗബ്രിയലിനെ പറ്റി ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ, ആർട്ടേറ്റയുടെ പ്രസ് കോൺഫറൻസ് വരട്ടെ എന്ന് പറയാനുള്ളത്. സോ ഇതെല്ലാമാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്ക് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഗെയിം പീരീഡ് എങ്ങനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിലൂടെ എൻ്റെ ഒരു പർട്ടിക്കുലർ തോട്ട് എന്താണെന്ന് പറഞ്ഞു വെക്കുന്നത്. എനിക്കറിയാം ഇച്ചിരി കൺഫ്യൂഷനാണ്. ഇത് അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. അതല്ലാത്ത പക്ഷേ ഇതൊക്കെ മറന്നിട്ട് ചുമ്മാ ഒന്ന് പ്ലെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇത് ഈ പറഞ്ഞ പ്ലേയേഴ്സ് അല്ലാതെ മറ്റ് പ്ലേയേഴ്സിനെ ആരെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ ഡിഫൻസിലായിട്ട് എസ്റ്റുപ്പിനെ കൺസിഡർ ചെയ്യാം. വെരി ഗുഡ് അറ്റാക്കിംഗ് പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ ലൂട്ടനെ ഡോഗാർട്ടിനെ കൺസിഡർ ചെയ്യാം. ചീപ്പാണ് നോക്കുന്നത് ബിക്കോസ് ഹീസ് ഹാവിങ് എ ഡബിൾ ഗെയിം വീക്ക് ഇൻ ഗെയിം വീക്ക് 25 പോസിബിൾ ഡബിൾ ഗെയിം വീക്ക് വരുന്നുണ്ട്. അതാണ് ഡോഗാർട്ടിനെ നോക്കാൻ പറയുന്നത് ഫ്രം ലൂട്ടൺ. മിഡിലായിട്ടാണെങ്കിൽ ബോവൻ തീർച്ചയായിട്ടും വെസ്റ്റ് ഹാമിന്റെ പ്ലെയർ ആണ്. അതുപോലെ തന്നെ കുഡൂസ് ആഫ്കോണിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. സോ ഹിൽ ബി ബാക്ക് വിത്ത് വെസ്റ്റ് ഹാം. ഫോർവേഡ് ലൈനായിട്ട് നോക്കുവാണെങ്കിൽ ഡാർവിൻ ന്യൂണിസ് നമുക്ക് വേണമെങ്കിൽ അടിക്കാൻ കഴിയും. ലിവർപൂളിന്റെ പൊട്ടൻഷ്യൽ ഡബിൾ വരുന്നു. അതല്ലാത്ത പക്ഷം ജാവോ പെട്രോ, ഹുലിയൻ ആൽവാരസ് ഒക്കെ എടുത്തു വയ്ക്കാൻ കഴിയുന്ന പ്ലേയേഴ്സാണ്. സീലിംഗ് ഉള്ള പ്ലേയേഴ്സിന് പറയാൻ കഴിയും. പിന്നെ ക്യാപ്റ്റൻസിയിലോട്ട് വരികയാണെങ്കിൽ ആസ് ഓഫ് നൗ ആൽവാരസ് അഗൈൻസ്റ്റ് ബേൺലി ആണ്. സ്റ്റാറ്റ്സ് വൈസ് സോണൽ വീക്ക്നെസ് ഒക്കെ നോക്കുമ്പോൾ ആൽവാരസ് അഗൈൻസ്റ്റ് ബേൺലി ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. എക്സ്പെഷ്യലി സിറ്റി ഈ പറഞ്ഞ പോലെ കെവിൻ ഡി ബ്രൂയ്ൻ ഒരു ഫോൾസ് നൈനിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആൽവാരസ് ഇസ് ഹാവിങ് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ. അതല്ലെങ്കിൽ റിച്ചാർഡ്സൺ അഗൈൻസ്റ്റ് ബ്രെൻഫോർഡ്, ജാവോ പെട്രോ അഗൈൻസ്റ്റ് ലൂട്ടൺ, സാക്ക അഗൈൻസ്റ്റ് നോട്ടിൻഹാം അത്ര അഡ്വൈസബിൾ അല്ല ബിക്കോസ് ആർസണൽ ഈസ് പ്ലേയിങ് എവേ ടു നോട്ടിൻഹാം ആണ്. അതുകൊണ്ട് തന്നെ സാക്ക അത്ര ഒരു നല്ല ക്യാപ്റ്റൻസി ഓപ്ഷൻ ആയിരിക്കില്ല. അതല്ലാത്ത പക്ഷേ റിച്ചാർഡ്സൺ, ജാവോ പെട്രോ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്യാപ്റ്റൻസി വയ്ക്കാൻ കഴിയുന്നതാണ്. സോ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൽ പറയാനുള്ളത്. ഡെഫിനറ്റ്ലി ഐ നോ ദാറ്റ് യു വിൽ ഹാവ് മെനി കൺഫ്യൂഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡെഫിനറ്റ്ലി ഐ ഗെറ്റ് ബാക്ക് ടു യു. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.